അത് പറയാലോ. പ്രണവ് ഹൈദരാബാദിലേക്ക് പോയതിനു ശേഷം മനസ്സിനൊരു സമാധാനമായി. ഇനി എത്രയും വേഗം അവനൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് വിവാഹം നടത്തണം. അവനൊരു പെണ്ണ് കണ്ടുപിടിക്കുന്നതോ കെട്ടിക്കുന്നതോ ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഈസി ആയിട്ട് നടക്കും. പക്ഷേ അതിനൊരു തടസ്സമുണ്ട്. അറിയാം ഗൗതം. ശിവാനി പ്രണയം അഭിനയിച്ച് പ്രണവിന് മെസ്സേജ് ഇടുകയും വിളിക്കുകയും ഒക്കെ ചെയ്തോണ്ടിരിക്കും. അവന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വലിയ പാടായിരിക്കുമല്ലേ? പ്രണവിന്റെ മനസ്സ് മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് ശിവാനിയാ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ആദ്യം ശിവാനിയുടെ കല്യാണം നടത്തണം. ആദ്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്. അത് ശരിയാ. പ്രത്യേകിച്ച് ആരോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തവളാ ശിവാനി. അതുകൊണ്ട് തന്നെ കൊള്ളാവുന്ന ഒരു പ്രപ്പോസൽ കിട്ടിയ ശിവാനി എന്തായാലും കല്യാണത്തിന് സമ്മതിക്കും. എങ്കിൽ പിന്നെ ശിവാനിയുടെ കല്യാണവും ഹൈദരാബാദിൽ നിന്ന് പ്രണവ് തിരിച്ചെത്തുന്നതിന് മുന്നേ നടത്താം. അവൻ വന്നാൽ പിന്നെ ഉടനെ നമുക്ക് അവന്റെ കല്യാണവും നടത്താം. പക്ഷേ തോറ്റുപോകുന്നത് നമ്മളായിരിക്കും. നമ്മൾ എങ്ങനെയാ തോൽക്കുന്നത്? പ്രണവ് കല്യാണം കഴിച്ച 1 വർഷത്തിനുള്ളിൽ അവൻ ഒരു കുഞ്ഞ് ജനിക്കും. നമുക്കാണെങ്കിൽ അപ്പോഴും കുഞ്ഞ് കാണില്ല. അപ്പൊ ആരാ ജയിച്ചത്? അവനല്ലേ. നമ്മൾ തോറ്റില്ലേ? അതെ. ഇതെന്താ മത്സരിച്ച് ജയിക്കാൻ ഓട്ട മത്സരം വല്ലതുമാണോ? ഇതൊരു ഓട്ട മത്സരമാണെന്നേ. അറിയാലോ, ഈശ്വരി മുത്തശ്ശി പറഞ്ഞത് 3 കുട്ടികൾ നമുക്ക് ജനിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അതിനൊക്കെ ചില്ലറ സമയം മതിയോ? നമ്മൾ എപ്പോഴാ ഓടിയെത്തുന്നത്? ദാ നോക്ക്, ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്ക്. എത്ര മനോഹരമായ ചിത്രമാണെന്ന് നോക്കി. ഞാനും നിധിയും ഓമനത്തുള്ള നമ്മുടെ 3 കുഞ്ഞുങ്ങളും. ഇതൊക്കെയൊന്ന് യാഥാർത്ഥ്യമാക്കണ്ടേ മോളെ? അതിനെന്താ വേണ്ടത്? 3 കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പ്രസവിക്കണം. എന്നിട്ട് അതിനെയൊക്കെ വളർത്തി വലുതാക്കി ഈ പരുവാക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മളും മക്കളും ഒത്ത് ഫോട്ടോ എടുത്ത് ഈ വരച്ച ഫോട്ടോയുടെ സ്ഥാനത്ത് വെക്കണം. പറ്റുമെങ്കിൽ ഈ പിടുത്തം വിടുവിച്ച് പൊക്കോ. എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? വേറെന്ത് ചെയ്യാൻ? ഞാനിങ്ങനെ കെട്ടിപ്പിടിക്കും. അപ്പോ 3 കുഞ്ഞുങ്ങളെ തരാൻ തയ്യാറല്ലേ? എന്റെ ചക്കരയുടെ സന്തോഷത്തിന് വേണ്ടി 3 അല്ല 10 കുഞ്ഞുങ്ങളെ ഞാൻ തരും. എന്താ പോരെ? അടിപൊളി. അപ്പൊ പിന്നെ പഠിപ്പിക്കാൻ സ്കൂള് തിരക്കി നടക്കണ്ടല്ലോ. നമ്മുടെ വീട് തന്നെ ഒരു സ്കൂളാവും.